Dear students, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് നോക്കാം. 10th CBSE പേജ് നമ്പർ 216 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. Question number 1. Judge the equivalent resistance when the following are connected in parallel. A. 1 ohm and 10 raised to 6 ohm. B. 1 ohm, 10 raised to 3 ohm and 10 raised to 6 ohm. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. രണ്ട് റെസിസ്റ്റേഴ്സ്, ഒരു റെസിസ്റ്റർ 10 raised to 6 ഓമും അടുത്ത റെസിസ്റ്റർ 1 ഓമും രണ്ടും പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഓർ ജഡ്ജ് ഇറ്റ്സ് ഇക്വലന്റ് റെസിസ്റ്റൻസ്. ഇതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് തന്നെ അറിയാം 1 ഓം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു റെസിസ്റ്റൻസും 10 raised to 6 ഓം എന്ന് പറഞ്ഞാൽ വലിയൊരു റെസിസ്റ്റൻസുമാണ്. നമ്മൾ തന്നെ ഒരു സ്ഥലത്തേക്ക് പോകാൻ നല്ല ഒരു വഴിയും ഉണ്ട്, അതിന് പാരലായിട്ട് തന്നെ ആ സ്ഥലത്തേക്ക് പോകാൻ കുണ്ടും കുഴിയും ചെളിയും മുള്ളും നിറഞ്ഞൊരു വഴിയുമുണ്ട്. നിങ്ങൾ ഏത് വഴിയായിരിക്കും സെലക്ട് ചെയ്യുന്നത്? നമ്മൾ സ്മൂത്തായിട്ടുള്ള നല്ല റോഡായിരിക്കും സെലക്ട് ചെയ്യുന്നത്. സിമിലർലി ഈ കറണ്ടും അതുപോലെ തന്നെയാണ്. കറണ്ടിന് ഈ വയറിലൂടെ പോയി കഴിഞ്ഞാൽ 1 ഓം റെസിസ്റ്റൻസേ ഉള്ളൂ. റെസിസ്റ്റൻസ് മീൻസ് എതിർപ്പ്, അതായത് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ വയർ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ആ ഫാക്ടറാണ് റെസിസ്റ്റൻസ്. എന്നാൽ ഈ വഴിയിലൂടെ പോയ 10 raised to 6 ഓം ആണ് റെസിസ്റ്റൻസ്. അതുകൊണ്ട് കറണ്ട്, അതായത് ഇതിനകത്തിലെ 99.9% കറണ്ടും ഈ 1 ഓം റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഈ അറേഞ്ച്മെൻറ്റിൻ്റെ ഇഫക്റ്റീവായിട്ട് വരുന്ന റെസിസ്റ്റൻസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ഓം തന്നെയായിരിക്കും. നമുക്ക് R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ഇക്വേഷൻ ഉപയോഗിച്ച് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. അതായത് R1 1 ഓം, R2 10 raised to 6 ohm divided by 1 plus 10 raised to 6. ഇവിടെ is equal to 10 raised to 6 means 1 കഴിഞ്ഞിട്ട് 6 zeros, അതാണ് 10 raised to 6. Then divided by 10 raised to 6 plus 1. 10 raised to 6 plus 1. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ 0.9999 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ഓം. ഇത് ജഡ്ജ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ഓം, അതാണ് ഇതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ഓം. ക്വസ്റ്റ്യൻ ബി എന്താണെന്ന് നോക്കാം. ഇവിടെ 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ 1 ഓം റെസിസ്റ്റർ, 10 raised to 3 ohm resistor and third 10 raised to 6 ohm resistor. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ജഡ്ജ് ചെയ്യണം. നോക്കിയാൽ അറിയാം, ഏറ്റവും ചെറുത് 1 ഓം റെസിസ്റ്റൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടെ പോകുമ്പോഴാണ് കറണ്ടിന് ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് അനുഭവപ്പെടുന്നത്. ഇത് 10 raised to 3 1000 വരും. ഇത് 10 raised to 6. അപ്പോൾ ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് ഇതല്ലേ? ഇതൊക്കെ വലിയ റെസിസ്റ്റേഴ്സ് ആണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ജഡ്ജ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഇഫക്റ്റീവായിട്ട് വരുന്ന റെസിസ്റ്റൻസ് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ഓം. ഇവിടെ നമ്മൾ R1 R2 R3 പാരലായിട്ട് വരുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 0.99 കിട്ടും. ദാറ്റ് മീൻസ് its resistance is approximately equal to 1 ohm. അടുത്ത ക്വസ്റ്റ്യൻ. An electric lamp of 100 ohm, a toaster of resistance 50 ohm and a water filter of resistance 500 ohm are connected in parallel to a 220 volt source. What is the resistance of an electric iron connected to the same source that takes as much current as all 3 appliances? And what is the current through it? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 3 ഡിവൈസുകൾ, ആൻ ഇലക്ട്രിക് ബൾബ്, എ ടോസ്റ്റർ, ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യുന്ന ടോസ്റ്റർ, ദെൻ ഒരു വാട്ടർ ഫിൽറ്റർ. ഇത് 3ഉം പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ദെൻ റെസിസ്റ്റൻസ് ഓഫ് ദി ബൾബ് ദാറ്റ് ഈസ് R1 100 ഓം, റെസിസ്റ്റൻസ് ഓഫ് ദി ടോസ്റ്റർ 50 ഓം ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദി വാട്ടർ ഫിൽറ്റർ 500 ഓം. ഈ 3 പേരെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു 220 വോൾട്ട് സപ്ലൈയിലേക്ക്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവർ 3 പേരും കൺസ്യൂം ചെയ്യുന്ന അതേ കറണ്ട് കൺസ്യൂം ചെയ്യുന്ന ഒരു ഇലക്ട്രിക് അയൺ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരുടെ ഈ സപ്ലൈയിൽ നിന്ന് എത്ര കറണ്ടാണോ ഡ്രോൺ ചെയ്യുന്നത് അത്രയും കറണ്ട്
ഡ്രോൺ ചെയ്യുന്ന ഒരു ഇലക്ട്രിക് അയൺ, അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? അതുപോലെ തന്നെ അത് ഈ സർക്യൂട്ടിൽ നിന്നും ഡ്രോൺ ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും? നമുക്ക് ഈ ക്വസ്റ്റ്യൻ പല രീതിയിലും നോക്കാം. എന്നാൽ കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു വഴിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മൾ ആലോചിക്കുക, ഇവർ മൂന്നുപേരുടെ ഡ്രോൺ ചെയ്യുന്ന കറണ്ട് ഒറ്റയ്ക്ക് വലിച്ചെടുക്കുന്ന ഒരു അയൺ ബോക്സ്, അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അതായത് നമുക്കറിയാം, ഒരു സപ്ലൈയിലേക്ക് ഒരു ഡിവൈസ് കണക്ട് ചെയ്താൽ അതിന് എത്ര കറണ്ട് വേണം എന്ന് തീരുമാനിക്കുന്ന അതിൻ്റെ റെസിസ്റ്റൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ അയൺ ബോക്സ്, ഇവർ മൂന്നുപേരുടെ ഡ്രോൺ ചെയ്ത കറണ്ട് അയൺ ബോക്സ് ഒറ്റയ്ക്ക് ഡ്രോൺ ചെയ്തെങ്കിൽ ഇവർക്ക് മൂന്ന് പേർക്കൂടെ ടോട്ടൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അത് തന്നെയായിരിക്കും ഈ അയൺ ബോക്സിൻ്റെ റെസിസ്റ്റൻസ്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ, നമ്മൾ വീട്ടിലൊക്കെ തമാശയ്ക്ക് പറയുന്നതാണ്, 5 പേര് കഴിക്കുന്ന ഇഡലി ഇവൻ ഒറ്റയ്ക്ക് കഴിക്കും എന്ന് പറഞ്ഞാൽ 5 പേരുടെ വിശപ്പിന് തുല്യമാണ് ഇവൻ്റെ വിശപ്പ് എന്ന് പറഞ്ഞ പോലെ 3 ഡിവൈസ് ഡ്രോൺ ചെയ്യുന്ന കറണ്ട് ഒറ്റയ്ക്ക് ഡ്രോൺ ചെയ്യുന്ന അയൺ ബോക്സിൻ്റെ റെസിസ്റ്റൻസ് ഇവരുടെ 3 പേരുടെയും ഇക്വലൻ്റ് റെസിസ്റ്റൻസിന് ഈക്വലായിരിക്കും. ദെൻ resistance of the iron box is equal to the equivalent resistance of these 3 devices. Then current drawn by the iron box equal to the current drawn by these 3 devices. Then resistance of the iron box is equal to the resistance of these, or total resistance of these 3 devices. Resistance of the iron box is equal to total resistance of these 3 devices. Total resistance of the 3 ഡിവൈസസ്. അങ്ങനെയാണെങ്കിൽ ഇവർ മൂന്നുപേരും പാരലാണ്. പാരലൽ കോമ്പിനേഷനിലെ ടോട്ടൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ആർ പി ഇസ് ഈക്വൽ ടു R1 R2 R3 ഡിവൈഡഡ് ബൈ R1 R2 പ്ലസ് R2 R3 പ്ലസ് R3 R1 equal to, then R1 100 ohm, R2 550 ohm, R3 500 ohm divided by R1 R2 100 into 50 plus 50 into 500 plus 500 into 100. 500 into ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 5 into 5 25, then 1 2 3 4 5 zeros, 5 zeros divided by 100 into 50 5000 plus 5 into 5 25, then 3 zeros plus 5 50,000, then is equal to 25 5 zeros divided by 5,000 plus 25,000 30,000, 30,000 plus 50,000 80,000, 80,000. Then 4 zeros, ഇവിടെ 4 zeros cancel ആയി, 250 by 8 31.25 ohm, 31.25 ohm. That is the
ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓർ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദീസ് 3 ഡിവൈസസ്. ഈ 3 ഡിവൈസിൻ്റെയും കൂടെ ടോട്ടൽ റെസിസ്റ്റൻസ് 31.25 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ 3 പേരുടെ ഡ്രോൺ ചെയ്യുന്ന കറണ്ട് ഒറ്റയ്ക്ക് ഡ്രോൺ ചെയ്യുന്ന അയൺ ബോക്സിനും ഇതേ റെസിസ്റ്റൻസ് തന്നെയായിരിക്കും 31.25 ഓം. അങ്ങനെയാണെങ്കിൽ അയൺ ബോക്സിന്റെ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി 31.25 ഓം. ഇനി നമുക്ക് അടുത്തത് ഈ അയൺ ബോക്സ് ഡ്രോൺ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ദെൻ ഹിയർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് 220 വോൾട്ട്. ഈ 220 വോൾട്ടിലേക്ക് തന്നെയാണ് നമ്മൾ ഈ അയൺ ബോക്സിനെ കണക്ട് ചെയ്യുന്നത്. അയൺ ബോക്സ് ഈസ് കണക്റ്റഡ് ടു ദിസ് 220 വോൾട്ട് സപ്ലൈ. അയൺ ബോക്സിന്റെ റെസിസ്റ്റൻസ് 31.25 ഓം. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര കറണ്ട് ഡ്രോൺ ചെയ്യും? നമുക്ക് ഓംസ് ലോയുടെ ഇക്വേഷൻ യൂസ് ചെയ്യാം. ദെൻ ഹിയർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to 220 വോൾട്ട്. Then from Ohm's law current I is equal to V by R. Then V 220 volt divided by resistance R 31.25 ohm to 7.04 ampere. 7.04 ampere current ആണ് ഈ അയൺ ബോക്സ് ഡ്രോൺ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ 3 resistors of resistance 2 ohm, 3 ohm and 6 ohm be connected to give a total resistance of A 4 ohm, B 1 ohm? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് 3 റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. 2 ohm റെസിസ്റ്റർ, 3 ohm റെസിസ്റ്റർ ആൻഡ് 6 ohm റെസിസ്റ്റർ. 3 പേര്. നമ്മൾ ഈ 3 പേരെയും കണക്ട് ചെയ്തിട്ട് ഒരു 4 ഓം റെസിസ്റ്റൻസ് ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് 4 ഓം കൊണ്ടുവരണം. അതിന് എങ്ങനെ ഇവരെ അറേഞ്ച് ചെയ്യണം? ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ. നോക്കാം. 2, 3, 6 നമുക്ക് 2 കോമ്പിനേഷൻ അറിയാം. സീരീസ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷൻ. ഇവരെ 3 പേരെയും കൂടെ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്താൽ ടോട്ടൽ 2 + 3 5 + 6 11 ഓം റെസിസ്റ്റൻസേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇത് ശരിയായില്ല. പിന്നെ ഇവരെ പാരലായിട്ട് കണക്ട് ചെയ്താൽ ഇതിൽ ഏറ്റവും ചെറുതാണ് 2 ആണ്. അതിലും ചെറുതായിരിക്കും പാരലൽ കോമ്പിനേഷൻ ഇഫക്റ്റീവായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് 4 ഓം കിട്ടണമെങ്കിൽ ഈ 2 കോമ്പിനേഷനും സെപ്പറേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ പുതിയൊരു രീതി നോക്കുകയാണ്. കോമ്പിനേഷൻ നോക്കുകയാണ്. അതായത് ഞാനിവിടെ 3 ഓം റെസിസ്റ്ററും 6 ഓം റെസിസ്റ്ററും കണക്ട് ചെയ്തു. 3 ഓം റെസിസ്റ്റർ, 6 ഓം റെസിസ്റ്റർ പാരലായിട്ട് കണക്ട് ചെയ്തു. ദെൻ അതിന് സീരീസ് ആയിട്ട് ഞാൻ ഈ 2 ഓം റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്തു. 2 ഓം റെസിസ്റ്റൻസ്. ദെൻ 3ഉം 6ഉം പാരലായി കഴിഞ്ഞാൽ ഇഫക്റ്റീവ് എത്ര വരും? നമുക്ക് നോക്കാം. ഇക്വേഷൻ ഉണ്ട് R1 R2 ഡിവൈഡഡ് ബൈ R1 + R2. അപ്പോൾ 3ഉം 6ഉം ആണെങ്കിൽ 3 × 6 divided by 3 + 6. Then 3 × 6 18 divided by 3 + 6 9. 18/9 2 ohm. അപ്പോൾ ഈ കോമ്പിനേഷനിൽ ഇവർ രണ്ടുപേരുടെ പാരലായിട്ട് വന്നാൽ എത്ര കിട്ടും? 2 ഓം റെസിസ്റ്റൻസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 ഓം, അതിന് സീരീസ് ആയിട്ടല്ല ഈ 2 ഓം. Then 2 ohm. 2 × 2 സീരീസ് ആണെങ്കിൽ എത്ര കിട്ടി? 4. അപ്പോൾ ഈ ഡയഗ്രത്തിലേതുപോലെ ഈ 3 റെസിസ്റ്റേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്താൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 4 ഓം കിട്ടും അല്ലേ? അതായത് 3ഉം 6ഉം പാരലൽ. അപ്പോൾ 3ഉം 6ഉം പാരലൽ ആയി കഴിഞ്ഞാൽ 2 കിട്ടും. ആ 2നോട് ഈ 2 സീരീസ്, അങ്ങനെയാണെങ്കിൽ 4 ഓം കിട്ടും. ഇതുപോലെ തന്നെ ഇതിന്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ ഇതാണ്. ഈ 3 റെസിസ്റ്റേഴ്സിനെയും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് 1 ഓം റെസിസ്റ്റൻസ് മേക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 1 ഓം എന്ന് പറയുന്നത് ഈ 3 കോമ്പിനേഷനിലെ ഏറ്റവും ചെറിയ ആളാണ് 2 ആണ്. അതിലും ചെറുതാണ്. നമുക്കറിയാം പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് കമ്പൈൻ ചെയ്തവരെക്കാട്ടിലും ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവരെ 3 പേരെ ഒന്ന് പാരലായിട്ട് കണക്ട് ചെയ്ത് നോക്കും.
then 2 ohm resistance, then 3 ohm resistance, then 6 ohm resistance. അല്ലേ, ഇവരെ 3 പേരെയും കൂടെ പാരലായിട്ട് കണക്ട് ചെയ്തു. അപ്പം ഇത് R1, ഇത് R2, ഇത് R3. അപ്പോൾ 3 റെസിസ്റ്റേഴ്സ് പാരൽ ആണെങ്കിൽ നമുക്ക് അതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ അറിയാം. RP is equal to R1 R2 R3 divided by R1 R2 plus R2 R3 plus R3 R1. Then നമുക്ക് ചെയ്ത് നോക്കാം. Then RP is equal to R1 R2 R3 മൂന്നൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 3 into 6 divided by R1 R2 2 into 3 plus then R2 R3 3 into 6 plus R3 R1 6 into 2. Then 2 into 3 6 6 into 6 36 divided by 2 into 3 6 3 into 6 18 plus 6 into 2 12. Then 36 divided by 18 plus 12 30. 30 plus 6 36. Then 36 by 36 1 ohm. Then ഈ 3 റെസിസ്റ്റേഴ്സിനെയും കൂടെ പാരലായിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 ohm ഉണ്ട്. അപ്പോൾ 1 ohm വരണമെങ്കിൽ ഈ 3 പേരെയും കൂടെ പാരലായിട്ട് നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. അടുത്തതായി നമുക്ക് പേജ് നമ്പർ 217 രണ്ട് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. An electric fan consumes energy at a rate of 840 watts when heating is at the maximum rate and 360 watts when the heating is at the minimum. The voltage is 220 volt. What are the current and the resistance in each case? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു അയൺ ബോക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളതിൻ്റെ ചൂട് കൂട്ടാം, നമുക്ക് അതിൻ്റെ ഹീറ്റിംഗ് കുറയ്ക്കാം, അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലപോലെ അത് ചൂടായിരിക്കുമ്പോൾ നമ്മൾ ചില തുണികൾ ഇപ്പം സിൽക്ക് പോലുള്ള മെറ്റീരിയൽസൊക്കെ അയൺ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ചൂട് കുറച്ചിടാറുണ്ട് അയൺ ബോക്സിൻ്റെ. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽസൊക്കെ നമ്മൾ അയൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ചൂട് കൂട്ടിയിടാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു അയൺ ബോക്സ് ചൂട് കൂടുമ്പോഴും കുറയുമ്പോഴും ഒക്കെ കൺസ്യൂം ചെയ്യുന്ന എനർജിയുടെ റേറ്റ് വ്യത്യാസമായിരിക്കും. അപ്പോൾ എന്താണ് റേറ്റ് ഓഫ് എനർജി കൺസ്യൂംഡ്? അതായത് എനർജി കൺസ്യൂം ചെയ്യുന്നതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര എനർജി കൺസ്യൂം ചെയ്യും എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു സെക്കൻഡിൽ കൺസ്യൂം ചെയ്യുന്ന എനർജിയാണ് പവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ റേറ്റ് അറ്റ് വിച്ച് എനർജി കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ പവർ എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ അയൺ ബോക്സ് മാക്സിമം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഉള്ള പവർ തന്നിട്ടുണ്ട്, അതുപോലെ മിനിമം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഉള്ള പവർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കേസിലും ഉള്ള കറണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ ഈ രണ്ട് കേസിലും അയൺ ബോക്സിനുണ്ടാകുന്ന റെസിസ്റ്റൻസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിതിനെ രണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. ആദ്യം നമുക്ക് മാക്സിമം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസ് കൺസിഡർ ചെയ്യാം. ദെൻ സപ്ലൈ വോൾട്ടേജ് V is equal to 220 വോൾട്ട്. അപ്പോൾ ഈ 220 വോൾട്ട് സപ്ലൈയിലേക്കാണ് നമ്മൾ ഈ അയൺ ബോക്സ് കണക്ട് ചെയ്യുന്നത്. ദെൻ പവർ, മാക്സിമം പവർ ഈസ് 840 വാട്ട്സ്. മാക്സിമം നല്ല ഏറ്റവും കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് കൺസ്യൂം ചെയ്യുന്ന എനർജിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ പവർ, റേറ്റ് ഓഫ് എനർജി മീൻസ് പവർ, അതാണ് 840 വാട്ട്സ്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി കറന്റ് ഫ്ലോയിങ് ത്രൂ ദിസ് അയൺ ബോക്സ് അറ്റ് ദിസ് കണ്ടീഷൻ. ദെൻ നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? പവർ P is equal to V into I. ഇതാണ് പവറിൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് കറണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കറണ്ട് I is equal to P by V. ഇത് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ദെൻ പവർ 840 വാട്ട്സ്, ദെൻ വോൾട്ടേജ് 220 വോൾട്ട്. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ 3.82 ആംപിയർ. ദാറ്റ് ഈസ് ദി കറണ്ട് ഡ്രോൺ ബൈ ദിസ് അയൺ ബോക്സ്. മാക്സിമം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഡ്രോൺ ചെയ്യുന്ന കറണ്ടാണ് 3.82 ആംപിയർ. ഇനി ഈ കേസിൽ ഈ അയൺ ബോക്സിന് റെസിസ്റ്റൻസ് എത്രയുണ്ടെന്ന് നോക്കാം. ദെൻ അക്കോർഡിംഗ് ടു ഓംസ് ലോ റെസിസ്റ്റൻസ് R is equal to V by I from Ohm's law. Then here V 220 volt supply voltage. Then current, നമ്മളിപ്പം കറണ്ട് കാൽക്കുലേറ്റ് ചെയ്തു 3.82.
3.82 ആംപിയർ. 57.60 ഓം എന്ന് കിട്ടും. അപ്പോൾ അത്രയാണ് ഈ മാക്സിമം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അയൺ ബോക്സിന്റെ റെസിസ്റ്റൻസ്. അടുത്തതായി നമുക്ക് മിനിമം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസ് കൺസിഡർ ചെയ്യാം. മിനിമം എനർജി കൺസ്യൂം ചെയ്യുന്ന കേസിൽ ഇതിന്റെ പവർ 360 വാട്ട്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ പവർ പി ഈസ് ഈക്വൽ ടു 360 വാട്ട്സ്. ദെൻ ഇതേ ടെക്നിക്ക് ഉപയോഗിച്ച് ഇതേ രീതി ഉപയോഗിച്ച് നമുക്ക് അവിടെയും കറണ്ട് കണ്ടുപിടിക്കാം. ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് ഈക്വൽ ടു 220 വോൾട്ട്. ഇതേ സപ്ലൈയിലേക്ക് തന്നെയാണ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സപ്ലൈയുടെ വോൾട്ടേജ് 220 വോൾട്ട് തന്നെ. ദെൻ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു P/V. Then here power 360 watts. Then voltage 220. 1.64 ആംപിയർ. അപ്പോൾ ഹീറ്റ് മിനിമം പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസിൽ ഇതിലൂടെ ഡ്രോൺ ചെയ്യുന്ന കറണ്ട് 1.64 ആംപിയർ ആണ്. ദെൻ ഇതിന്റെ റെസിസ്റ്റൻസ്, അപ്പോൾ ഈ അയൺ ബോക്സിന്റെ കോയിലുകളുണ്ട്, ആ കോയിലിന്റെ റെസിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. Then resistance R is equal to V/I from Ohm's law. Then here P is equal to 220 volt and current I is equal to 1.64 ampere. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 134.15 ഓം. അപ്പോൾ നമുക്ക് ഇതിന്റെ റെസിസ്റ്റൻസ് കിട്ടി 134.15 ഓം. അപ്പോൾ ഈ രണ്ട് കേസോടെ നമ്മൾ ഒന്നുകൂടെ സ്റ്റഡി ചെയ്യുക. അതായത് അയൺ ബോക്സിൽ മാക്സിമം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കറണ്ട് 3.82, മിനിമം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിലെ കറണ്ട് 1.64. അപ്പോൾ മാക്സിമം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിലൂടെ ഒത്തിരി കറണ്ട് ഫ്ലോ ചെയ്തു. 3.82. കുറച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ കറണ്ടും കുറച്ചാണ്, 1.64. ഇനി എങ്ങനെയാണ് ഈ കറണ്ടിന്റെ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്തത്? അതായത് മാക്സിമം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തെ റെസിസ്റ്റൻസ് 57.60 ഓം ആണ്. എന്നാൽ മിനിമം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തെ റെസിസ്റ്റൻസ് 134.15 ഓം ആണ്. എന്ന് പറഞ്ഞാൽ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ അയൺ ബോക്സിന്റെ റെസിസ്റ്റൻസ് കുറച്ചപ്പോൾ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്തു. H is equal to I²RT എന്ന് പറയുന്ന ഇക്വേഷൻ അനുസരിച്ച് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ഈ മിനിമം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തിൽ നമ്മൾ ഇതിന്റെ റെസിസ്റ്റൻസ് കൂട്ടിയപ്പോൾ കറണ്ട് കുറഞ്ഞപ്പോൾ അതിനകത്തിൽ ഉണ്ടായ ഹീറ്റും കുറഞ്ഞു. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 100 joule of heat are produced each second in a 4 ohm resistance. Find the potential difference across the resistor. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. 4 ohm ഉള്ള ഒരു റെസിസ്റ്റർ, ഇതിനെ നമ്മൾ ഏതോ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിലൂടെ ഓരോ സെക്കൻഡിലും 100 ജൂൾ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് H is equal to 100 joule. In each second, ഓരോ സെക്കൻഡിലും, അപ്പം ടൈം 1 second, T is equal to 1 second. ഈ വയറിന്റെ റെസിസ്റ്റൻസ് 4 ohm. Then resistance R is equal to 4 ohm. Then we have to find out the potential difference applied across this resistor. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to I into R. ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കറണ്ടും വേണം, റെസിസ്റ്റൻസും വേണം. റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്, കറണ്ട് ഇല്ല. അപ്പോൾ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഹീറ്റ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പഠിച്ചിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് H is equal to I²RT. ഇതാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ I ഒഴിച്ച് ബാക്കി HRT, ഈ 3 ടേമും നമ്മുടെ കയ്യിലുണ്ട്. ഒരു ഇക്വേഷനിൽ ഒരു ടേം ഇല്ലെങ്കിൽ ബാക്കി എല്ലാ ടേമുകളും ഉപയോഗിച്ച് നമുക്ക് അയാളെ കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കറണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ കറണ്ട് I² is equal to H/RT. Then I is equal to root of H/RT. H/RTയുടെ റൂട്ട് എടുക്കുക. ദെൻ H എന്താണ്? 100.
റൂട്ട് ഓഫ് 100 ഡിവൈഡ് ബൈ ആർ എന്ന് പറയുന്നത് 4 ആണ് ഇൻറ്റു ടൈം ടി 1 സെക്കൻഡ് then 100 by 4 25 then root 25 5 that is equal to 5 ampere. അപ്പോൾ കറണ്ട് നമുക്ക് കിട്ടി 5 ആംപിയർ. അത് നേരെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to I into R. Then from this calculation current I is equal to 5, resistance R is equal to 4, then 5 into 4 20 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് 20 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഇന്ന് ചെയ്ത പ്രോബ്ലംസ് നന്നായിട്ട് നോക്കുക. ഓൾ ദി ബെസ്റ്റ്.